എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 84-ാം ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഇടമുളയിൽ വീട്ടിലെ ജോസും ബേബിയും അവരുടെ ഭാര്യമാരുമായിരുന്നു വാഹനത്തിൽ നിന്നും ഇറങ്ങിയത്. തന്നെ പരിഗണിക്കേണ്ട കാലത്ത് അവഗണിച്ചവരാണവർ. അനാഥാലയത്തിലേക്ക് തള്ളിവിട്ടവരാണവർ. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാലും അവരുടെ മക്കളെ വളർത്തുന്നത് പോലെ തന്നെയും വളർത്തേണ്ടതായിരുന്നില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തതുകൊണ്ട് പ്രത്യേകം കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട സ്ഥിതിക്ക് സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല. അവർക്ക് തന്നെ മനസ്സിലായില്ലെങ്കിലും തനിക്ക് അവരെ മനസ്സിലായല്ലോ. ആ നിലയ്ക്ക് അങ്ങോട്ട് പോയി സംസാരിക്കുകയാണ് വേണ്ടത്. ചെയ്തതൊക്കെ മറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മനസ്സിന് എപ്പോഴാണ് സ്വസ്ഥതയുണ്ടാവുക? ശരിക്കു പറഞ്ഞാൽ ആ ഭവനത്തെയും ആ വീട്ടിലുള്ള എല്ലാവരെയും തൻ്റെ മനസ്സിൽ നിന്നും ഒഴിവാക്കി കളഞ്ഞതായിരുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കാനും പഴയ കാര്യങ്ങൾ അയവിറക്കാനും വേണ്ടിയാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഒരു പുനഃസമാഗമം. അനു ഇത്രയും ആലോചിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോസും ബേബിയും മോളിയും സിനിയും എല്ലാം മുൻപോട്ട് നടന്നു വന്നു കഴിഞ്ഞിരുന്നു. അവരെല്ലാവരും അനുവിൻ്റെ നേരെ നോക്കിയെങ്കിലും അവർക്കാർക്കും അവളെ പിടികിട്ടിയില്ല. എങ്ങനെ മനസ്സിലാകാനാണ്? അവർ അവളെ കണ്ടിട്ടുള്ളത് തീരെ ചെറുപ്പത്തിലല്ലേ. അവർ ഒഴിവാക്കുന്ന കാലഘട്ടത്തിൽ വെറും തിരി പോലെ ഇരുന്ന പെൺകുട്ടി ഇപ്പോൾ വലിയ ആളായിരിക്കുന്നു. ആരും കണ്ടാൽ കൊതിക്കുന്ന സുന്ദരിയായ യുവതിയായിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം മനസ്സിലാവാത്തത്. അലങ്കരിച്ച പെട്ടിയിൽ വിശ്രമിക്കുന്ന ലീലാമ്മച്ചിക്കടുത്ത് തന്നെ ഉണ്ടായിരുന്നു അനു. അവളുടെ മുഖത്തേക്ക് കൂടി നോക്കിയിട്ടാണ് അവരെല്ലാവരും കടന്നുപോയത്. മനസ്സിലാകാഞ്ഞിട്ട് തന്നെയാണ് എന്ന കാര്യം അവൾക്കതോടെ ഉറപ്പായി. അവരും ലീലാമ്മച്ചിയും തമ്മിലുള്ള ബന്ധം എത്ര ആലോചിച്ചിട്ടും അനുവിന് പിടികിട്ടിയില്ല. അവൾ നോക്കുമ്പോൾ അവർ കുറച്ച് അകലെ മാറി ഒരു മാവിൻ ചുവട്ടിൽ പോയി നിൽക്കുകയാണ്. ഇടമുളയിലെ അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ വകയിലുള്ള ബന്ധമാണെങ്കിൽ അവരെ പോലെ തന്നെ അത് തനിക്കും ബാധകമാണല്ലോ. മൂത്ത അമ്മാവൻ്റെ ഭാര്യ വകയിലുള്ള ബന്ധമാണെങ്കിൽ ഇളയ അമ്മാവനും കുടുംബവും വരേണ്ട കാര്യമില്ല. അത് വെച്ച് നോക്കുമ്പോൾ അവർക്കുള്ളതുപോലെ ഒരു രക്തബന്ധം തനിക്കും ലീലാമ്മച്ചിയുമായി ഉണ്ടായേക്കാം. അതല്ലാതെ പിന്നെ വരാനുള്ള ഒരേ ഒരു സാഹചര്യം അവരുടെ വീടിൻ്റെ അടുത്തെവിടെയെങ്കിലും നേരത്തെ താമസിച്ചിട്ടുണ്ടായിരിക്കണം ഇവർ. അങ്ങനെയാണെങ്കിൽ തനിക്കറിയാൻ കഴിയില്ല. ഏതായാലും അവരോട് സംസാരിച്ചാലല്ലാതെ വിവരങ്ങൾക്ക് കൃത്യത കിട്ടില്ല എന്ന് അനുവിന് മനസ്സിലായി. അവരുടെ കൂടെയുള്ള പയ്യൻ അനു പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ 1-ാം വർഷം പഠിക്കുന്നതാണ് എന്ന് തോന്നുന്നു. അവനെ കോളേജിൽ വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ട്. അനു ഇരുന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് അവർ നിൽക്കുന്ന മാവിൻ ചുവട്ടിലേക്ക് നടന്നു. ചിരിച്ചുകൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന സുന്ദരിയായ അനുവിനെ അവർ കണ്ടു. എന്നാൽ അവർക്കൊന്നും മനസ്സിലായില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിന്നു. അതല്ലാതെ വേറൊന്നും പറയാനും മനസ്സിലാക്കാനും അവർക്ക് കഴിഞ്ഞില്ല. ആ കോളേജിൽ തന്നെ പഠിക്കുന്നതായി അകലെ നിന്ന് തോന്നിയ ചെറുക്കന് അവളെ മനസ്സിലായി. അവൻ വിചാരിച്ചത് അവനെ കണ്ടിട്ടാണ് അങ്ങോട്ട് വരുന്നത് എന്നാണ്. ഏതായാലും അവൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. എൻ്റെ കോളേജിൽ അവസാന വർഷത്തിന് പഠിക്കുന്ന ഒരു ചേച്ചിയാണ് ഇങ്ങോട്ട് വരുന്നത്. ചിലപ്പോൾ നമ്മളെ നേരത്തെ അറിയുമായിരിക്കും. അപ്പോഴേക്കും അവൻ്റെ പേരും അനുവിൻ്റെ മനസ്സിൽ വന്നു. അരുൺ ജോസ്. 1-ാം വർഷം സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നതാണ്.
ആ വർഷം അവൻ വന്ന ദിവസം സീനിയേഴ്സിൻ്റെ റാഗിങ് പേടിച്ച് ഓടി വന്നപ്പോൾ അഭയം കൊടുത്തതാണ്. സീനിയേഴ്സിനെ എല്ലാവരെയും അനു തിരിച്ചു പറഞ്ഞു വിട്ടു. അവരുടെയും സീനിയറാണല്ലോ അനു. റാഗിങ്ങിന് വരുന്നത് 2ാം വർഷക്കാരാണ്. അനു അവസാന വർഷം പഠിക്കുന്ന ചേച്ചിയല്ലേ. എന്നിട്ട് അവനെ സമാധാനിപ്പിച്ച് കൊണ്ടുപോയി ക്ലാസ്സിൽ വിട്ടതാണ്. ഇപ്പോഴാണ് വിശദമായി ഓർമ്മ വന്നത്. അന്ന് ചേട്ടന്മാരെല്ലാവരും കൂടി എന്നെ ഓടിച്ചപ്പോൾ ഒരു ചേച്ചി രക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ഈ നടന്നു വരുന്ന ചേച്ചി. ചേച്ചി എവിടെയായിരുന്നു? ഞങ്ങൾ കണ്ടതേയില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ അങ്ങോട്ട് വന്നു മിണ്ടുമായിരുന്നു. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നടാ. നിങ്ങൾ വന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ചേച്ചിക്കെൻ്റെ കൂടെയുള്ളവരെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. അമ്മാവന്മാരെയും അമ്മായിമാരെയും ഒക്കെയാണ് അവൻ പരിചയപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ താൻ ആര് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവമാറ്റമുണ്ടല്ലോ, അതൊന്ന് കാണേണ്ടത് തന്നെയായിരിക്കും. അത് കണ്ട് ആനന്ദിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എന്നാലും രക്തബന്ധത്തിൽപ്പെട്ട 2 പേരെ കണ്ടതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാം. ലീലാമ്മച്ചിയും ഇവരും തമ്മിൽ എന്താണ് ബന്ധം എന്ന് അറിയണം. ഈ 2 കാര്യങ്ങൾക്കായിട്ടാണല്ലോ അനു മാവിൻ ചുവട്ടിൽ വരെ നടന്നു വന്നത്. ഞാൻ ഇവരെ എല്ലാവരെയും നേരത്തെ അറിയുന്നതാണ്. പക്ഷേ അരുൺ ഇവരിലൊരാളുടെ മകനാണ് എന്ന വിവരം എനിക്കറിയില്ലായിരുന്നു. അത് ഇപ്പോൾ പുതിയതായി കിട്ടിയതാണ്. ഇവൾ തങ്ങളെ നേരത്തെ അറിയുമെന്ന് പറഞ്ഞത് കേട്ടതേ ജോസിനും ബേബിക്കും ഒരു സംശയമുണ്ടായി. ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കാതിരുന്ന ജോസ് അപ്പോൾ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. തൻ്റെ സഹോദരി കത്രീനാമ്മ തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതായി അവൻ്റെ മനസ്സിൽ തോന്നി. എന്നാലും അത് വെറും തോന്നലായിരിക്കുമോ എന്നാണ് അവന് സംശയമുണ്ടായത്. വെറും തോന്നലിൻ്റെ പേരിൽ അങ്ങനെ ചോദിച്ചാൽ അതല്ല എങ്കിൽ ഒരു ചമ്മലാകുമല്ലോ എന്നതായിരുന്നു ജോസിൻ്റെ ചിന്ത. അല്ലെങ്കിലും അവളുടെ മുമ്പിൽ ചമ്മാതിരിക്കാൻ അയാൾക്ക് കഴിയില്ല. നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്കങ്ങോട്ട് പിടികിട്ടിയില്ല. ഇതിനു മുമ്പ് ഒരിക്കലും വീട്ടിൽ വന്നതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നുമില്ല. എങ്ങനെ ഓർമ്മിക്കാനാ? സ്വന്തം സുഖത്തിനു വേണ്ടി വീട്ടിൽ നിന്നും പറക്കമുറ്റാത്ത ഒരു കുഞ്ഞിനെ പുറത്തേക്ക് തള്ളിവിട്ടതല്ലേ. അവളിപ്പോൾ പറക്കമുറ്റി വലിയ കുട്ടിയായി തൊട്ട് മുൻപിൽ നിൽക്കും എന്ന് അവർ പ്രതീക്ഷിച്ചില്ലായിരിക്കും. അന്ന് അങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ. അമ്മായിമാർക്ക് പിന്നെ അവളുടെ അമ്മയെ പോലും ശരിക്കറിയില്ല. പിന്നെയല്ലേ അവളെ അറിയേണ്ടത്. എന്നാലും അമ്മാവന്മാരറിയാത്തതിൽ അനുവിന് സങ്കടവും തോന്നി. അകന്നു പോയാൽ ഏത് ബന്ധവും അങ്ങനെ തന്നെയാണ്. തങ്ങളിൽ മനസ്സിലാവുകയുമില്ല, കണ്ടാലൊട്ട് മിണ്ടുകയുമില്ല. ഇങ്ങനെ വളഞ്ഞ് സംസാരിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ ഇപ്പോൾ വരാറാകും. അച്ഛൻ വന്നാൽ പിന്നെ ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്യും. അതിനു മുമ്പ് തനിക്ക് തന്നെ പരിചയപ്പെടുത്തുകയും വേണം. ലീലാമ്മച്ചിയും ഇവരും തമ്മിലുള്ള ബന്ധം അറിയുകയും വേണം. ഇപ്പോൾ മരിച്ചയാളും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അതൊന്ന് പറഞ്ഞേ. ഏതായാലും അതറിഞ്ഞിരിക്കാമല്ലോ. ബാക്കിയൊക്കെ പിന്നെ അറിയില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയാം. ഞങ്ങളുടെ അമ്മയുടെ അനുജത്തിയാണ് ഇപ്പോൾ മരിച്ച ലീലാമ്മ കുഞ്ഞമ്മ. ചെറുപ്പത്തിലൊന്നും ഇവർ വീട്ടിൽ വന്നിട്ടേയില്ല. അതുകൊണ്ട് ഞങ്ങളിവരെ ആദ്യമായി കണ്ടത് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അന്ന് ഇവരുടെ മക്കളെല്ലാം അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവിടെ വന്ന് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും പലപ്പോഴും മാറി മാറി ഇവിടെ വരാറും കാണാറും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ തൻ്റെ വല്യമ്മച്ചിയുടെ അനിയത്തിയാണ് ഇത്രയും കാലം യാതൊരു ബന്ധവുമില്ല എന്ന് വിചാരിച്ചിരുന്ന ലീലാമ്മച്ചി. രക്തത്തെ തിരിച്ചറിഞ്ഞതായിരിക്കും. അതുകൊണ്ടായിരിക്കാം തന്നോട് മാത്രം ഇത്രയേറെ സ്നേഹമുണ്ടായിരുന്നത്. സ്വന്തം മകളെ പോലെ കണക്കാക്കിയിരുന്നതും അതുകൊണ്ടായിരിക്കും. തമ്മിൽ പലതും പറഞ്ഞെങ്കിലും ലീലാമ്മച്ചിയുടെ സഹോദരങ്ങളെക്കുറിച്ച് ആരെപ്പറ്റിയും സംസാരിക്കാൻ ഇടവന്നിട്ടില്ല.
അങ്ങനെ വന്നിരുന്നെങ്കിൽ നേരത്തെ തന്നെ വിവരം അറിയാൻ കഴിയുമായിരുന്നു. അറിയാഞ്ഞിട്ടുകൂടി സ്വന്തമായി കരുതി സ്നേഹിച്ചല്ലോ, അതുപോരെ. അച്ഛൻ വരാറായതുകൊണ്ട് നിങ്ങളെ ഇനി ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നില്ല. നിങ്ങളുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നതായി ഓർക്കുന്നുണ്ടോ? അവർക്കൊരു മകളുണ്ടായിരുന്നതായി ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആ മകളാണ് ഞാൻ. വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളെ ഞാൻ കണ്ടത് ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം തമ്മിൽ കാണാൻ ഇടവന്നിട്ടില്ല. എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ ഭാഗത്തെ തെറ്റല്ല. അനു ആണോ ഇത്? അന്ന് ചെറിയൊരു കുട്ടിയായിരുന്നില്ലേ? പിന്നെ എങ്ങനെ ഇപ്പോൾ ഇവളെ മനസ്സിലാവാനാണ്? കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് കത്രീനാമ്മയെ കാണും പോലെ. ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടല്ലോ, അത് നന്നായി. പിന്നെ അവർ പരസ്പരം പല കാര്യങ്ങളും സംസാരിച്ചു. അച്ഛൻ വന്ന വണ്ടി അപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു. ജോസ് അനുവിനോട് പറഞ്ഞു, സമയമുണ്ടെങ്കിൽ വീട്ടിലേക്കൊക്കെ ഒന്ന് വരണം. ഞങ്ങൾ കോൺവെൻറ്റിലേക്ക് വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്യാം. ഏതായാലും തൽക്കാലം വേണ്ട. ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞുകൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് നിങ്ങളെ കണ്ടപ്പോൾ ഞാനിവിടെ വരെ വന്നതും സംസാരിച്ചതും. പിന്നെ നിങ്ങളും ലീലാമ്മച്ചിയും തമ്മിലുള്ള ബന്ധവും അറിയണമായിരുന്നു. അതുതന്നെയാണ് എനിക്കും ഉള്ള ബന്ധം. 2 കാര്യവും അറിഞ്ഞു. അതിൽ കൂടുതലൊന്നും അറിയാനുള്ള അവകാശം എനിക്കില്ലല്ലോ. അറിഞ്ഞു തരാത്തതൊന്നും എനിക്ക് ഇനി വേണ്ട. സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങും മുമ്പ് തന്നെ അനു ചെന്ന് ലീലാമ്മച്ചിയുടെ സൈഡിൽ കയറി നിന്നു. അപ്പോഴേക്കും തന്നെ അച്ഛൻ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അനു ലീലാമ്മച്ചിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത് ലീലാമ്മച്ചിയെന്ന് ആയിരുന്നില്ല അല്ലേ? ലീലാമ്മ കുഞ്ഞമ്മയെന്ന് ആയിരുന്നില്ലേ? അറിഞ്ഞില്ലല്ലോ. ജീവിച്ചിരുന്ന കാലത്ത് അറിഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു എൻ്റെ കുഞ്ഞമ്മയാണ് എന്ന് എല്ലാവരോടും. ഇപ്പോൾ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നോട് എന്തോ പറയുന്നതായി അനുവിന് തോന്നി. രക്തബന്ധം അറിഞ്ഞില്ലെങ്കിൽ എന്താ? നീ എനിക്ക് മകളായിരുന്നില്ലേ? അത്രയും പോരെ? അന്ത്യചുംബനം കൊടുത്തപ്പോൾ കത്രീനാമ്മയെയും വല്യമ്മച്ചയെയും ഓർമ്മിച്ചുകൊണ്ടാണ് കൊടുത്തത്. ചെവിയിൽ പറയുകയും ചെയ്തു, അമ്മയോടും അമ്മച്ചിയോടും വിവരം പറഞ്ഞേക്കണം. ഞാനിവിടെ മിടുക്കിയായിട്ടുണ്ട് എന്ന്. പോവുമ്പോൾ തരാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതും ആ കണ്ണിൽ നിന്നും കൂടുകൂടെ കണ്ണുനീർ പ്രവഹിച്ചതും ഒരുമിച്ചായിരുന്നു. സ്നേഹ അനുവിനെ പിന്നോട്ട് വലിച്ചു മാറ്റുകയായിരുന്നു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തുതന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ സമയമായ ഉച്ചയ്ക്ക് ശേഷം 2:30 തന്നെ. ഓക്കേ.